നമസ്കാരം. രാമപുരത്ത് വാര്യരെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ മലയാളികൾക്ക് പൊതുവേയും രാമപുരംകാർക്ക് വളരെ വിശേഷിച്ചും വലിയ ഒരു സാഹിത്യകാരനായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനാണ് രാമപുരത്ത് വാര്യർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കഴകക്കാരനായിട്ടാണ് അദ്ദേഹം രാമപുരത്ത് താമസിച്ചിരുന്നത്. അതിനു മുമ്പ് ആദ്യം വെള്ളിലാപ്പള്ളിയിലും താമസിച്ചിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. പല മഹാത്മാക്കളും ചെയ്യുന്ന തൊഴിലിൻ്റെ നമ്മുടെ സമൂഹം സങ്കല്പിച്ചിരിക്കുന്ന ഔന്നത്യം പോലെയല്ല, മനസ്സുകൊണ്ട് വളരെ പ്രബുദ്ധരായ മനുഷ്യരായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നവർ. അവർക്ക് ധാരാളം സംസ്കൃത വിദ്യാഭ്യാസം, ചിന്തയിലുള്ളൊരു ഔന്നത്യം, അങ്ങനെ പല രീതിയിലും ആ മഹാൻ എന്ന് വിശേഷിക്കപ്പെടാൻ അനുയോജ്യമായ മാനസികമായിട്ടുള്ള ഒരു വികാസം ഇങ്ങനെയുള്ള പ്രബുദ്ധരായ മനുഷ്യർക്കുണ്ടായിരുന്നു. അതിലൊരാളാണ് നമ്മൾക്കേവർക്കും പ്രിയപ്പെട്ട രാമപുരത്ത് വാര്യർ. സംസ്കൃതത്തിൽ നല്ല വ്യുൽപ്പത്തിയുണ്ട്. അദ്ദേഹത്തെ രാമപുരത്ത് വാര്യർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ വഞ്ചിപ്പാട്ട് അത്ര പ്രചാരം സൃഷ്ടിച്ചു. ലക്ഷണമൊത്തമുള്ള ഒരു വഞ്ചിപ്പാട്ടായിട്ട് ആദ്യത്തെ ഗണിക്കുന്നത് രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. കുചേലവൃത്തം കഥ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ഭാഗവതം ദശമസ്കന്ധത്തിൽ 80, 81 അധ്യായങ്ങളിൽ കുചേല കഥാ ഉപാഖ്യാനം എന്ന് അത് പറയുന്നുണ്ട്. കുചേലൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും കുചേല കഥയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. വളരെ പരിമിതമായ സാഹചര്യങ്ങൾ, ദാരിദ്ര്യം, അദ്ദേഹത്തിൻ്റെ അതിൽ തന്നെ പറയുന്നുണ്ട്, ഇല്ലാ ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ദാരിദ്ര്യമുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് വളരെ ഔന്നത്യത്തിലാണ് നിലനിന്നിരുന്നത്, വിദ്യ കൊണ്ട് പ്രബുദ്ധനായ ആളെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വിഷമമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വൈക്കത്ത് പെരുന്തൃക്കോവിലപ്പനെ ഇടയ്ക്ക് കാണാൻ പോകും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വൈക്കത്ത് പോയപ്പോൾ അവിടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വരുന്നു എന്നറിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ അവിടെ അദ്ദേഹം വലിയ കലാകാരന്മാരെയൊക്കെ സാഹിത്യകാരന്മാരെയൊക്കെ ആദരിക്കുന്ന ഒരു പതിവുണ്ട് രാജാവ്. അപ്പോൾ പലരും അങ്ങനെ മുഖം കാണിക്കാനായിട്ട് ചെല്ലും. അവരുടെ സൃഷ്ടികളും ഒക്കെ അവിടെ ചൊല്ലിക്കേൾപ്പിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ രാജാവ് അതിനകത്ത് തൃപ്തിയുണ്ടായാൽ അതിനുള്ള പാരിതോഷികമൊക്കെ കിട്ടും. അങ്ങനെ ഉള്ള ഇതുണ്ട്. അപ്പോൾ അദ്ദേഹം രാമപുരത്ത് വാര്യർ ഒരു ശ്ലോകം എഴുതി മാർത്താണ്ഡവർമ്മയ്ക്ക് കൊടുത്തു എന്നാണ്. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതീയം, നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. സ്വന്തം കഥ, അനുഭവങ്ങൾ മഹാരാജാവിനോട് നേരിട്ട് ചെന്ന് ദാരിദ്ര്യം പറയുകയല്ല, ഈ കവിതയായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നല്ല വ്യുൽപ്പത്തിയുള്ള ആളായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അത് പിടികിട്ടി. മഹാരാജാവെ, ഭാഗവതത്തോട് ഉപമിക്കാവുന്നതാണ് എൻ്റെ വീട്, മഹാപുരാണമാണ്. അത് എങ്ങനെയാണത് പുരാണമാകുന്നത്? നോക്കുന്നവർക്കൊക്കെ വിരക്തി ഉണ്ടാകും. ഭാഗവതം വായിക്കുന്നവർക്ക് ഈ അത്യാസക്തി ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ആ ജീവിതത്തിൻ്റെ നിസ്സാരത പറ്റി നല്ല ബോധ്യം വരും. ഉള്ളു തെളിയും. അകക്കണ്ണ് തുറക്കുവാൻ ആശാൻ ബാല്യത്തിലെത്തണം. അങ്ങനെ അകക്കണ്ണ് തുറന്നവരാണ്, മനക്കണ്ണ് കൊണ്ട് കാണുന്നവരാണ്. അങ്ങനെ ആ വിരക്തി വരും. വിരക്തി എന്ന് പറയുന്നത് അത്യാസക്തി എന്നുള്ള ഒഴിവാണ്, അഹങ്കാരത്തിൻ്റെ ശമനമാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ആ നിലയ്ക്ക് എൻ്റെ ഭവനവും ഭാഗവതവും ആയിട്ട് താരതമ്യമുണ്ട്. പക്ഷെ നോക്കുന്നവർക്കൊക്കെ വിരക്തി ഉണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഭാഗവതത്തിന് അർത്ഥമുണ്ട്, പക്ഷേ
എൻ്റെ വീട്ടിൽ അർത്ഥം എന്ന് പറയുന്നത് ധനം ഇല്ല, ദാരിദ്ര്യമുണ്ട് എന്ന് അതിനകത്തുനിന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വായിച്ചറിഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിന് കഴിവുള്ള ആളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വഞ്ചിയിലാണ് അന്നത്തെ കൺവെൻസ്, അതാണ്. അങ്ങനെ വഞ്ചിയിൽ പോകുമ്പോൾ വഞ്ചിപ്പാട്ട് ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കവിതയുടെ പിൻപറ്റിയിട്ട് ആദ്യം എഴുതി കൊടുത്ത ശ്ലോകത്തിൻ്റെ പിൻപറ്റിയിട്ടെന്നോണം രാമപുരത്ത് വാര്യർ ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ടായിട്ട് രചിച്ചു എന്നാണ് ഐതിഹ്യം. അതിലും ഒരുപാട് താതാത്മ്യങ്ങളുണ്ടത്. കുചേല കഥ നമുക്കറിയാം. കുചേലനും കൃഷ്ണനും ഒന്നിച്ച് സാന്ദീപനി മുനിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. ഗുരുകുല സമ്പ്രദായത്തിലാണ്, അവിടെ താമസിച്ചാണ് പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് അവരൊരുപാട് ജീവിത പാഠങ്ങളും സന്ദേശങ്ങളും ഗുരു അവരോട് പെരുമാറുന്ന രീതിയും ഒക്കെ അതിനകത്തുനിന്ന് സ്വായത്തമാക്കേണ്ടതാണ്. അങ്ങനെ താമസിച്ച് കുചേലൻ, സുദാമാവ് എന്ന് പറയുന്ന കുചേലൻ വളരെ ദരിദ്രനായി ഭവിച്ചു. ഭഗവാനായ കൃഷ്ണൻ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി അങ്ങനെ നിൽക്കുന്ന. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുചേലപത്നി പറയുന്നതായിട്ടും ദാരിദ്ര്യം ഒരുപാട്, കുട്ടികളൊക്കെ വിശക്കുന്നു അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഒന്നും കൊടുക്കാത്ത ഒരവസ്ഥ 1000 നാവുള്ള അനന്തന് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെ കുചേലപത്നി കുചേലനോട് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തല്ലേ, കൂട്ടുകാരനാണല്ലോ ചെറുപ്പത്തിലെ ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹത്തെ ചെന്നൊന്ന് കണ്ട് ഈ സങ്കടം പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു നിവൃത്തി ഉണ്ടാവും എന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ കുചേലൻ സമ്മതിച്ച്, മനസ്സോടെ സമ്മതിച്ച്. അപ്പോൾ കൂടെ പോകുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല ഭഗവാനെ കാണാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അയലോക്കത്തൊക്കെ നടന്ന് കുറച്ച് നെല്ല് കൊണ്ടുവന്ന് സംഘടിപ്പിച്ച് അത് കുത്തി ആവിലാക്കി അത് പൊതിഞ്ഞ് കൈ കൊടുത്ത് അങ്ങനെ കുചേലൻ പോണതും കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തുക, ദ്വാരകയിലെത്തി അദ്ദേഹത്തെ 7ാം മാളിക മുകളിലിരുന്നിട്ട് കുചേലൻ വരുന്നത് കണ്ട് തിരിച്ചറിഞ്ഞ് കൃഷ്ണനും രുക്മിണിയും കൂടെ ഇറങ്ങിച്ചെന്ന് അയാളെ സ്വീകരിച്ചു കൊണ്ടുവന്ന്, അങ്ങനെയുള്ള ആ കഥകൾ മുഴുവൻ അറിയാം. അവസാനം തിരിച്ചു പോന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. അങ്ങയോട് എൻ്റെ ജീവിതാവസാനം വരെ അങ്ങയോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി നിലനിൽക്കണം എന്നാണ് കുചേലൻ ആകെ ആവശ്യപ്പെട്ടത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭഗവാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് കുചേലൻ വന്ന് നോക്കുമ്പോൾ അവനവൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് വലിയ കൊട്ടാരം, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായി ഭഗവാന്റെ കൃപ കൊണ്ട്. അതുപോലെ തന്നെയാണ് രാമപുരത്ത് വാര്യരുടെ ജീവിതം. വളരെ ദരിദ്രനായിട്ട് രാജാവിനെ കാണാൻ പോയിട്ട് സൗഭാഗ്യങ്ങളുണ്ടായി, നിലയിൽ നിന്ന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനം ലഭിച്ചു എന്നും കൂടെ അങ്ങനെ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് കുചേലവൃത്തത്തിൻ്റെ പ്രസക്തി. കുചേലവൃത്തം എന്ന് പറയുന്ന കഥ ഭാഗവതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട, വഞ്ചിപ്പാട്ടിൽ നിന്നാണെങ്കിലും ആ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട പൊരുളെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായ ബന്ധമാണ് സൗഹൃദം. ചെറുപ്പകാലത്ത് നിരുപാധികമായിട്ട് ഒരു മുൻവിധികളുമില്ലാതെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നതാണ് ഒരു പരിമിതികളുമില്ലാത്ത ബന്ധം, സൗഹൃദമാണ്. അതിൽ സാരമില്ല എന്ന് പറയാൻ കഴിയും. സൗഹൃദത്തിൽ മാത്രമേ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. മറ്റെല്ലാ ബന്ധങ്ങളിലും അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം അവിടെ തകരാറ് പറ്റും. സൗഹൃദത്തിൽ അങ്ങനെയില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗവതത്തിലെ ആ കുചേല കഥാഖ്യാനത്തിൽ ഒരുപാട് പുനർസൃഷ്ടികളുണ്ടായിട്ടുണ്ട്. തുള്ളൽ ആയിട്ടത് വന്നിട്ടുണ്ട്, കുചേലവൃത്തം വഞ്ചിപ്പാട്ടായിട്ടത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തിന് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ഇതിവൃത്തം പോലും കുചേലവൃത്തമാണ്. വേറെ ഒരുപാട് സാഹിത്യ സൃഷ്ടികളും രാമപുരത്ത് വാര്യർ ചെയ്തിട്ടുണ്ട്. ഐരാവണവധം തുള്ളലുണ്ട്, നൈഷധം തിരുവാതിരപ്പാട്ട് അദ്ദേഹം എഴുതിയതാണ്.
അമരകോശത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രഭാത ഗീതങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ കുചേലവൃത്തം ഒറ്റ ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ആ രീതിയിൽ മറ്റുള്ള രാമപുരത്ത് വാര്യരെന്ന് പറയുമ്പോൾ തന്നെ നാവിൽ വരുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണെന്നാണ്. ഏതാനും വരികൾ ഞാനൊന്ന് ചൊല്ലാം ഇവിടെ. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേലന്നേരമേഴാം മാളിക മുകളിലിരുന്നരുളും 7 വഴിയായ തമ്പുരാനെത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തരീയവുമിട്ടു. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചൊല്ലും. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പോകുന്നു കുചേലവൃത്തത്തിലെ വരികൾ. വളരെ പ്രചാരം സൃഷ്ടിച്ച വഞ്ചിപ്പാട്ട് എന്നുള്ള നിലയ്ക്ക് രാമപുരത്ത് വാര്യരെ കുറിച്ച് കേട്ടിട്ടുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും കുചേലവൃത്തത്തിൽ കൂടെയാണ് അറിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ ഒരു വലിയ സംഭാവന എന്ന് പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള ജയദേവരുടെ ഗീതഗോവിന്ദം അദ്ദേഹം രാജാവ് പറഞ്ഞതനുസരിച്ചിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് ഇതുപോലെ വേണ്ടത്ര ഒരു പ്രചാരം സിദ്ധിച്ചിട്ടില്ല. അത് തയ്യാറാക്കി അത് സംഘടിപ്പിച്ചത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത് ONV കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ അവതാരികയെ അതിലുണ്ട്. ഈ രാമപുരത്ത് വാര്യരുടെ സ്മാരകങ്ങളായിട്ട് നമുക്ക് ഇവിടെ 2 സ്ഥാപനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അത് 1948 രൂപം കൊണ്ട രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ ലൈബ്രറിയാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷം 57 രാമപുരത്ത് വാര്യർ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്ന് അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിൻ്റെ കീഴിലാണ് രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂള് ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. രാമപുരത്ത് വാര്യരെ പറ്റിയിട്ടുള്ളൊരു വേറെ ഒരു വലിയ ഐതിഹ്യം, ഒരു ചാക്യാർ വന്ന് കൂത്ത് കാണാൻ ചെല്ലാത്തതിന് വാര്യരോട് അഹിതമായിട്ട് പറയുകയും അപ്പോഴത്തെ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാല കെട്ടുന്നത് കാണാൻ അങ്ങും വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു കവിതയും കൂടെ നമ്മളെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മാല കെട്ടിയിട്ട് പിറ്റേ ദിവസം ചാക്യാർ തൊഴാൻ വരുമ്പോൾ ആ മാലയിൽ എഴുതിയിരിക്കുന്ന ഒരു ശ്ലോകമായിട്ട് ഒട്ടും ചെയ്തില്ല സുഹൃതം ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം രാമ കാലൻ വിളിക്കുമ്പോൾ അവനോടെന്തൊരു ഉത്തരം എന്നൊരു കവിത. നകൃതം സുഹൃതം കിഞ്ചിൽ ബഹുതാ ദുഷ്കൃതം കൃതം ന ജാനേ ജാനകി ജാനേ യമാഹ്വാനേ കിമുത്തരം. അങ്ങനെയുള്ള സംസ്കൃതത്തിലുള്ളൊരു ശ്ലോകം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിഭാഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതുണ്ട്. അതിനകത്ത് ഒരു ജയദേവരുടെ അഷ്ടപതി, അതായത് ഗീതാഗോവിന്ദം, അത് നമ്മുടെ ഗീതഗോവിന്ദം ആണ് അമ്പലങ്ങളിൽ പലപ്പോഴും ഈ സോപാന സംഗീതമായിട്ട് ഇടയ്ക്ക കൊട്ടിയിട്ട് ദീപാരാധന സമയത്തൊക്കെ പാടാറുള്ളത്. ആ രാമപുരത്ത് വാര്യരുടെ വിവർത്തനത്തിലെ അതിൻ്റെ മൂലം ഒരു 4 വരിയും രാമപുരത്ത് വാര്യരുടെ തർജിമയിലെ ഒരു 4 വരിയും കൂടെ ചൊല്ലാം ഞാൻ. രതി സുഖസാരേ
ഗതമഭിസാരേ മദന മനോഹര വേഷം നഗുരു നിതംബിനി ഗമന വിളംബനം അനുസരതം ഹൃദയേശം ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന ഭയോധരമർദ്ദന ചഞ്ചരകരയുഗശാലി രാമൂരുത്ത് വാര്യർ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യമുനാ തീര നികുഞ്ച കുടീരേ മരുവീടുന്നു മുകുന്ദൻ അമുന നിന്റെ വിശേഷമശേഷം ശ്രുതമായി മമ വാച ഹേ സഖി രാധേ ശൃണു മമ വാചം ഹേ സഖി രാധേ ശൃണു മേ വാചം ഹാസഹിയ തവ സാദം ഹരിവിരഹോദിത വേദന വേണ്ട പരിഹരിച്ചിടുവൻ ഖേദം. ഇങ്ങനെ തുടങ്ങിയിട്ട് അത്ര പദമായിട്ട് താളനിബദ്ധമായിട്ട് ആ രാഗവും കൂടി അതിലേക്ക് ചേർത്താൻ പാകത്തിനാണ് ഈ ജയദേവരുടെ അഷ്ടപതി മുഴുവനും മലയാള ഭാഷയിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. അത്ഭുതമാണ് രാമപുരത്ത് വാര്യരെ പറ്റി ചിന്തിച്ചാൽ ഉള്ള നമ്മൾക്ക് ഓർമ്മിക്കാനുള്ള കാര്യം. മലയാളം ഉള്ളിടത്തോളം, മലയാളികൾ ഉള്ളിടത്തോളം രാമപുരത്ത് വാര്യർക്ക് മരണമില്ലാതെ നമ്മളുടെ മനസ്സിൽ ജീവിക്കാൻ പറ്റിയ കനത്ത സംഭാവനകൾ ചെയ്ത ആ പുണ്യാത്മാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കാരം.